എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേണിയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓൾമോസ്റ്റ് മദേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ് ആവും അധികം ഈ വീഡിയോ കാണാൻ പോകുന്നത്. ആൻഡ് സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേണി സ്റ്റാർട്ട് ആവുന്നത് എവിടെ തൊട്ടിട്ടാന്ന് വെച്ചാൽ, ഫീഡിങ് ജേണി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കൊരു 6 to 7 months ഒക്കെ പ്രഗ്നൻസി ആ ഒരു ടൈം ആയപ്പോൾ തൊട്ട് തന്നെ എൻ്റെ ബ്രസ്റ്റിൽ എന്താ പറയുക, ബ്രസ്റ്റ് കുറച്ചുകൂടെ വലുതായി വരുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. ആൻഡ് നമ്മുടെ ബ്രസ്റ്റ് എനിക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു തേന് പോലെ, ഹണിയിൽ അതേപോലെയുള്ള ഒരു തിക്കായിട്ടുള്ളൊരു ഡ്രോപ്പ് പോലെ ഒരു സംഭവം, ഒരു പേസ്റ്റ് പോലെ, ഒരു തിക്ക് ഡ്രോപ്പ് പോലെ പുറത്തേക്ക് വരുമായിരുന്നു. അത് അങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ട് ഒരു പാലിൻ്റെ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ചിലപ്പോൾ മിൽക്കൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളൊരു സ്റ്റേജ് ആയിരിക്കും അത്. അതിനുശേഷം എൻ്റെ ഡെലിവറി അടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രസ്റ്റിൽ നമ്മൾ ഒരു 8 months ഒക്കെ ആയ ശേഷം കുളിക്കുന്നതിന് മുന്നേ കുറച്ച് നല്ലെണ്ണയോ എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് നമ്മുടെ ഈ ഫിംഗറിൽ നമ്മുടെ ബ്രസ്റ്റിനൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഫിംഗർ കൊണ്ടിട്ട് നമ്മുടെ ആ നിപ്പിൾസിനൊന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് മീൻസ്, നമ്മൾ പ്രഗ്നൻസിയൊക്കെ ആവുന്നതിന് മുന്നേ വരെ നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരേപോലെ ആയിരിക്കും. അതായത് നിപ്പിൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ട് വരില്ല ആ സമയത്ത്. അപ്പോൾ ഇത് പുറത്തോട്ട് കുറച്ചെങ്കിലും ആ നിപ്പിളുടെ ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴാണ് കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിസ്റ്റർ വന്നിട്ട് കുട്ടി ഫീഡിങ് ഉണ്ടോ എന്ന് എടുക്കണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. ആ സമയത്ത് കുട്ടി സക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് പാലൊന്നും അങ്ങനെ വരണം എന്നില്ല. കുറേ പേരുടെ ചിന്ത ഇങ്ങനെ പ്രസവിച്ച് ഉടനെ തന്നെ ഇങ്ങനെ പാലിങ്ങനെ ഫുള്ളായിട്ട് ഒഴുകി അങ്ങോട്ട്, ഇത് മിൽമ പൂത്തൊന്നും അല്ലല്ലോ. എനിക്കും ഒരു 1 to 2 weeks ഒക്കെ എടുത്തു കേട്ടോ പാലൊന്നും ആയി തുടങ്ങാൻ തന്നെ. കുറച്ച് വരുന്നുണ്ടാവും, പക്ഷേ അതൊരു ഡിഫിക്കൽട്ട് സ്റ്റേജ് തന്നെയാണ്. കാരണം കുട്ടിക്ക് വയറെന്നറിയില്ല, പക്ഷെ നമുക്ക് പാലുണ്ടായി തുടങ്ങണേ ഉള്ളൂ. അതിൽ നമ്മൾ കുറച്ചൊന്ന് സഫർ ചെയ്യും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം കുട്ടിക്ക് വയറിനിറയും ഉണ്ടാവില്ല, കുറച്ചല്ലേ പാലുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുമ്പോഴാണ് പാൽ നന്നായിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ഒക്കെ ആയി വീട്ടിലേക്ക് ഒക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ എൻ്റെ നിപ്പിളിൽ ഒരു ചെറിയ ഇങ്ങനെ അറ്റത്തിങ്ങനെ ചെറിയ ബബിൾസ്, കുഞ്ഞിത് കേട്ടോ, ബബിൾസ് പോലെ. അതെന്താ വെച്ചാൽ അത് പെയിൻഫുള്ളായിരിക്കും. അത് ഞാൻ അപ്പോൾ തന്നെ സിസ്റ്ററോട് കാണിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് വേറെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, കുട്ടി വായി നേരെ വെച്ച് സക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് ആ നിപ്പിൾ ഫുള്ളായിട്ട് അവരുടെ വായിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. ഒരു ചെറിയ ഭാഗം മാത്രം ഇങ്ങനെ വായിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ആ പ്രഷറിൽ ഇങ്ങനെ സക്ക് ചെയ്യുമ്പോൾ അവിടെ പെയിൻഫുള്ളായിട്ട് മാറും. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തപ്പോൾ ആ പ്രശ്നം ഓക്കെ ആയി. പിന്നെ വീട്ടിലെത്തിയിട്ടും പാല് ഉണ്ടായി, പതുക്കെ എനിക്ക് പാലുണ്ടായി വന്നുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ ഫീഡിന് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ വീട്ടിൽ ഉലുവ വെച്ചിട്ടുള്ള കഞ്ഞി, പിന്നെ കുറേ വെളുത്തുള്ളി വെച്ചിട്ടുള്ളത്, ആൻഡ് ഈ സ്രാവില്ലേ, പാൽസ്രാവ്, അത് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, മുരിങ്ങ ഇല സൂപ്പ് കുടിക്കുക, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഫുഡിൽ ഉൾപ്പെടുത്തി. അപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പാലുണ്ടാവാൻ തുടങ്ങി. ആൻഡ് ഒരു 2-3 weeks വരെയൊക്കെ നമ്മൾ കുറച്ച് സഫർ ചെയ്യും, നമ്മൾ പാല് ഉണ്ടായി തുടങ്ങും. എല്ലാവർക്കും അല്ല, ഒട്ടുമിക്ക കുറേ ആൾക്കാർക്ക് അങ്ങനെയാണ്. അങ്ങനെയുള്ളവർ, ഞാൻ മെയിനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തത് നന്നായിട്ട് വെള്ളം കുടിച്ചതാണ്. ഞാൻ അതൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത്. പാല് പെട്ടെന്ന് ഇൻക്രീസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചേഞ്ചസ് അറിയാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ പോലെ വെള്ളം ഒന്നുമില്ല, വെറും വെള്ളമല്ലേ, വെള്ളം നമ്മൾ ഇത്ര അളവിൽ എടുത്തെടുത്ത് കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കണക്ക് വെക്കുക, ഒരു വലിയ ബോട്ടിൽ 2 ബോട്ടിൽ അങ്ങനെ കണക്ക് വെച്ചിട്ട് കുടിച്ചുകൊണ്ടേ ഇരുന്ന ഉടനെ തന്നെ നമുക്ക് പാലിങ്ങനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയത്. സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ എനിക്കൊരു 2-3 months ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആയി. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്കൊക്കെ വരും. ഒരു സൈഡ് മാത്രം എനിക്ക് പുറത്തോട്ട് വരും, ലീക്കായിട്ട് പുറത്തേക്ക് വരും. അത് വേറെ ഒന്നും അല്ല, ഒരു ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് മിൽക്ക് കുറച്ച് കൂടുതൽ സെക്രീറ്റ് ചെയ്യും മറ്റേ ഭാഗത്തിനേക്കാളും. എനിക്ക് ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റാണ് കുറച്ച് കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സൈഡ് ഇങ്ങനെ ലീക്കാവും. പിന്നെ രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങിയിട്ട് നട്ടപ്പാരത്തേക്കൊക്കെ എന്തോ ഇവിടെ ഫുള്ളും നനഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ അവിടെ ഫുള്ളും പാല് ലീക്കായിട്ട് പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ വെറ്റായിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ പാൽ എന്തായാലും ഉണ്ടാവും, നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ പ്രസവം, അതിന് ശേഷം പാലുണ്ടാവുക, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. നമ്മൾ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പാലിങ്ങനെ ഒറ്റിയിട്ട് വരാൻ തുടങ്ങും, ഒറ്റി പുറത്തേക്ക് വരും. അതൊരു ബോണ്ടിങ് ആണ്, നമ്മുടെ മൈൻഡായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചിലപ്പോൾ ഇതൊക്കെ നടക്കുമോ തോന്നും, പക്ഷേ ഇതൊക്കെ ഉണ്ട്, സത്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേബിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നെങ്കിലും പാലിങ്ങനെ ഇറ്റിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വീഴും, ഡ്രോപ്പായിട്ട്. സോ പാൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ പക്ഷേ വെയിറ്റ് ചെയ്യണം. ഡെലിവറി കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ നിറഞ്ഞു ഒഴുകുമൊന്നുമില്ല. അതിനുശേഷം കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയി. പിന്നെ 6 months ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. കുറേ ആൾക്കാർ 28 കഴിഞ്ഞതും 3 മാസം ആകുമ്പോഴേക്കൊക്കെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തു. എൻ്റെ വീട്ടുകാർ തന്നെ ഭയങ്കര ശല്യം ചെയ്തു, എന്നെ ഫുഡ് കൊടുക്ക് അങ്ങനെ. പക്ഷെ ഞാൻ ഒന്നും കൊടുത്തില്ല, എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇടയിൽ ചില ദിവസങ്ങളിൽ ഞാൻ ഫോർമലിയും ഫീഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അതെനിക്ക് വേറെ ചില റീസൺസ് കാരണം ചിലപ്പോൾ എനിക്ക് വയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ട് പുറത്തേക്ക് പോകേണ്ട ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് പിന്നെ അതിനുശേഷം ഞാൻ ഫോർമുല ഇടയ്ക്ക് അതും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ടൈം വരെ അവൻ ഫോർമുല കുടിച്ചിട്ട് ഇടയിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുടിക്കുള്ളൂ. അതിനുശേഷം ആൾക്ക് ഫോർമുലയും ഇഷ്ടമല്ലാതായി. പിന്നെ ഫുൾ ഓൺ ബ്രസ്റ്റ് മിൽക്ക് തന്നെയായിരുന്നു കേട്ടോ. പുറത്തേക്ക് പോകണമെങ്കിലും വേറെ വഴിയില്ല, ആൾ ആ ടേസ്റ്റ് പിടിക്കാതായി ഫോർമുല ഫീഡ് ചെയ്യണത്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കുടിച്ചായിരുന്നു. പിന്നെ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് സോളിഡ്സ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും ബ്രസ്റ്റ് മിൽക്കാണ് ഭയങ്കര ഇഷ്ടം ആൾക്ക് കുടിക്കാൻ. എന്താ പറയുക, കണക്കൊന്നുമില്ല, ഈ ടൈമിങ് അങ്ങനെയൊന്നും ഞാൻ ആക്കിയിട്ടില്ല. അവർക്ക് ഡിമാൻഡ് എപ്പോഴാണ്, അവർക്ക് എപ്പോഴാണ് വേണം തോന്നുന്നത് അപ്പം ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്കൊരു 10 months ഒക്കെ ആയ സമയത്ത്, കുട്ടിക്ക് 10 months ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രസ്റ്റിൽ ഒരു ദിവസം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എനിക്ക് നന്നായിട്ട് പാലുണ്ടാവും, അതിനനുസരിച്ച് കുട്ടി കുടിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം എൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിന് സൈഡിലായിട്ട് ഒരു ചെറിയൊരു കല്ലിപ്പ് പോലെ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു, ഒരു പെയിനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ഹസ്ബൻഡും കുട്ടിയും മാത്രമായിട്ടാണ് വീട്ടിലിരിക്കുന്നത്, സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. നന്നായിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്ത് അത് മാറുമെന്ന് വിചാരിച്ചു കല്ലിപ്പ്. പക്ഷെ അത് കൂടി വന്നിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ആ സൈഡ് ഭയങ്കരമായിട്ട് വീർത്ത് ഇങ്ങനെ വലുതായിട്ട് ബൾജായി വരാൻ തുടങ്ങി. അതേപോലെ ഞാൻ കിടന്നു, എനിക്ക് എണീക്കാൻ വയ്യാതെ കിടന്നു. പക്ഷെ കിടന്നിട്ട് എനിക്ക് കിടക്കുന്ന എണീക്കാൻ പറ്റില്ല, കാരണം ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങുകയാണ് വെയിറ്റ് കൊണ്ടിട്ട്. അത് നീര് പോലെ വെച്ചിട്ട് വേദനയും ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഒരു ഈവനിങ് 6 to 7 ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്ര പെയിൻഫുള്ളായി. പിന്നെ എനിക്ക് പനിയും വരാൻ തുടങ്ങി. പനി കൂടി വന്നു. പിന്നെ പനീൻ്റെ കൂടെ വിറയിലും ഭയങ്കരമായിട്ട് ചിൽസ്, ഇങ്ങനെ വിറച്ച് തണുക്കുക, പിന്നെ അത് കുറയുക, വീണ്ടും വിറയ്ക്കുക, പിന്നെയും കുറയുക. അങ്ങനെ ഈ പെയിനും പനിയും വിറയിലൊക്കെ കൂടെ എനിക്ക് തീരെ പറ്റാണ്ടായിട്ട് എനിക്ക് ഇന്ന് തന്നെ രാത്രി ഡോക്ടറെ അടുത്ത് പോകണമെന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും ലേറ്റ് ആയതിനു ശേഷം ബേബി ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലാണ് അറിയുന്ന ഒരു ചേച്ചിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ ഉള്ള ഒരു ഡോക്ടറിനെ, ഒരു ഗൈനക്കിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിപ്പോൾ വേറൊരു വീട്ടിലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇരിക്കണ ഈ വീട്ടിലല്ല. അവിടെ എന്ന് പറയുമ്പോൾ രാത്രി ഹോസ്പിറ്റൽസൊക്കെ അത്രയ്ക്ക് ഇങ്ങോട്ട് അവൈലബിൾ അല്ല ആ ഒരു ഏരിയയിൽ. പിന്നെ പുറത്തോട്ടൊക്കെ പോകണം. അപ്പോൾ ഈ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇത് പുറത്തേക്ക് എടുക്കാൻ നമ്മൾ വല്ല ബ്രസ്റ്റ് പമ്പ് എന്തെങ്കിലും വാങ്ങിക്കണോ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ അത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ മേടിക്കട്ടെ, അത് യൂസ്ഫുൾ ആയിരിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഡോക്ടർ ഓക്കെ മേടിച്ചോളൂ, ഇതൊക്കെ ഡോക്ടേഴ്സല്ലേ പറയേണ്ടതല്ലേ, അല്ലെങ്കിൽ നമ്മൾ എത്ര പെയിൻ അനുഭവിക്കും, ഇത് പുറത്തേക്ക് സക്ക് ചെയ്ത് എടുത്താലല്ലേ. അവർ പറയുന്നത് കുട്ടീനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് തന്നെ അത് ഇതാക്കാൻ പറ്റുള്ളൂ. എന്നാൽ കുട്ടി കുടിക്കണില്ല, ആ ഒരു ഭാഗത്ത് കുട്ടി കുടിക്കണില്ല. മേ ബി അവർക്ക് ചിലപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് കുട്ടി ആ ഭാഗം കുടിക്കുന്നില്ല. പക്ഷെ നമുക്ക് കല്ലിപ്പ് കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താ വെച്ചാൽ കുട്ടിയും കുടിക്കുന്നില്ല, പാലുള്ളിലേക്ക് കെട്ടിങ്ങനെ നിന്നിട്ട് നീര് വെച്ച് വരികയാണെങ്കിൽ ലാസ്റ്റ് നമ്മളത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്ത് കളയേണ്ടി വരും. ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അവർ എടുക്കും എന്നാണ് പറയണത്. അപ്പം ഞാൻ ആ ഒരു സ്റ്റേജ് ആകുമെന്ന് പേടിച്ചിട്ട് രാത്രി തന്നെ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പ് തപ്പിപ്പോയി അവിടെ ഒരു ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചു. ആ പമ്പിൻ്റെ ഒരു ഇത് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ആ ബ്രസ്റ്റ് പമ്പിൻ്റെ ഒരു പാർട്ട് കേട്ടോ. ഇവിടെ വേറൊരു സാധനം കൂടെ ഉണ്ട്, ആ സാധനം ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു സാധനമുണ്ട്. ആൻഡ് ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഒരു ബോട്ടിലും ഉണ്ടാവും. ആ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് വേറെ സ്ഥലത്തായിരിക്കുന്നത്. ഫീഡിങ് ബോട്ടിലില്ല, അതേപോലത്തെ ഒരു സാധനം ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് വരും, കുപ്പി. ആൻഡ് ഇതാണ് ഇതിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്, ഈ സാധനത്തിൽ കണ്ടോ. അപ്പോൾ ബ്രസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാനുവൽ ബ്രസ്റ്റ് പമ്പ് എന്നാണ് പറയുക. ഈ സാധനം ആവശ്യമുള്ളവർ വാങ്ങിച്ചു വെച്ചോളൂ. മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കും ഉണ്ട്, മാനുവൽ, 2 ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് പമ്പും ഉണ്ട്. പക്ഷേ മാക്സിമം സാധാരണ മെഡിക്കൽ ഷോപ്പിലൊന്നും ഇലക്ട്രിക് അങ്ങനെ അവൈലബിൾ അല്ല തോന്നുന്നു. പിന്നെ ഓൺലൈനിലൊക്കെ പെട്ടെന്ന് കിട്ടും. ഇലക്ട്രിക് വേണ്ടവർ വാങ്ങിക്കും, പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇലക്ട്രിക്. നിങ്ങൾക്ക് മാനുവലായിട്ട് മതി എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്ത് എടുക്കാൻ ഉള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നിങ്ങൾ ഇനി ഫുള്ളായിട്ട് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എടുത്ത് വെക്കണം എന്നുള്ള ആൾക്കാർ ഇലക്ട്രിക് വാങ്ങിച്ചോളൂ. അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് നേരെ ഓർമ്മയില്ല, 700 800 അങ്ങനെ എന്തോ സംതിങ് 1000 ഉള്ളിലാണുള്ളത്. ഇത് ഇലക്ട്രിക്കിന് ഇനി നല്ല റേറ്റ് കൂടും. ആൻഡ് ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചിട്ട് ഇതിൽ ഞാൻ നൈറ്റ് ഫുള്ള് പമ്പ് ചെയ്തെടുത്തു. പക്ഷേ പമ്പ് ചെയ്യുമ്പോൾ തീരെ മിൽക്ക് അങ്ങനെ വരുന്നുമില്ല, അതിങ്ങനെ കട്ട കുത്തി നിൽക്കുകയല്ലേ. ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ഒരു 10 to 11 months ബേബി ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഹസ്ബൻഡ് വർക്കിന് പോകും. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് പാല് വരും. അതിനുശേഷം കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ബ്ലഡ് വരാൻ തുടങ്ങി. അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇറ്റിയിട്ട് പുറത്തേക്ക് വരിക. അത്രയും പെയിൻഫുൾ. ഞാനിങ്ങനെ ഇരുന്ന് കരയാണ് ആ ഒരു സമയത്ത്. എനിക്ക് ആ ഒരു സിറ്റുവേഷനൊന്നും ഇപ്പോഴും എനിക്ക് ആലോചിച്ചേ നോക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ആ ഒരു ജേർണി അത്ര ഈസി ആയിരുന്നില്ല ഒരിക്കലും. എനിക്ക് ഒരുപാട് ട്രോമയായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ട്രോമാറ്റൈസിങ്. ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയെങ്കിലും
ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടായവരത് ഒറ്റയ്ക്ക് ഇത് ഫേസ് ചെയ്ത ആൾക്കാർക്ക് അറിയാതെ എത്രത്തോളം അതെത്രത്തോളം നമ്മൾ മെൻ്റലി ഫിസിക്കലി എത്ര നമ്മളെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഞാനൊക്കെ ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്തത്, ഒറ്റയ്ക്ക് കുട്ടീനെ വെച്ചിട്ട്. ആ സമയത്ത് എനിക്ക് ഹെൽപ്പിന് പോലും ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ പമ്പിയുമ്പോൾ ആ ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പമ്പിയുമ്പോൾ ആ പെയിനിൽ നമ്മൾ കുട്ടിക്ക് ഫീഡ് ചെയ്യും വേണം. ആ ഫീഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ജീവൻ പോകുന്ന വേദന ആയിരിക്കും നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുക. ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ജേണിയിൽ. ഒറ്റയ്ക്ക് ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്, ആരും ഹെൽപ്പിനില്ലാതെ. ഒരുപാട് പേരുണ്ടായിട്ടും എനിക്ക് ആരും ആ ഒരു സമയത്ത് ഹെൽപ്പിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊരു കുട്ടീനെ വളർത്തുന്നത് എത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആ കുട്ടീനെ എത്ര സ്നേഹിച്ചാലും അതിനെ ഒറ്റയ്ക്ക് നമ്മൾ നോക്കുക, ഒരു 24 hours നമ്മൾ അതിനെ നോക്കുക, അതിൻ്റെ കൂടെ നമ്മുടെ കാര്യങ്ങളും ചെയ്യുക, അത് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ജേണിനെ കുറിച്ച് എനിക്ക് എപ്പോൾ സംസാരിച്ചാലും ഐ ക്രൈ. അതായത് ഞാൻ ബേസ്റ്റ് ആവും. അതിനിപ്പോൾ എത്ര കാലമായാലും എനിക്ക് തോന്നുന്നു ആ ഒരു മുറിവ് ഇനിയും ഉണങ്ങിയിട്ടുണ്ടാവില്ല. അതായത് മനസ്സിൽ നമ്മളുണ്ടായ ആ ഒരു അനുഭവിച്ച ബുദ്ധിമുട്ടും ആ ഒരു ട്രോമയും എൻ്റെ മൈൻഡിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജേണിനെ കുറിച്ച് ആർക്ക് സംസാരിച്ചാലും കുറച്ച് ഇമോഷണൽ ആവും. അങ്ങനെ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുന്നത് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് ഈ പറയണത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും വേസ്റ്റ് സിറ്റുവേഷനാണത്. എന്ത് തന്നെ നമ്മുടെ കുട്ടി നമ്മൾ തന്നെ സ്വന്തം പാല് കൊടുക്കണം, അതിനൊക്കെ അപ്പുറം പെയിൻ ഈസ് ഡിഫറെൻ്റ് അല്ലേ. അങ്ങനെ എനിക്ക് അത് വന്ന് 1 week എടുത്തു മാറാൻ. അതിനുശേഷം ബാക്ക് ടു നോർമലായി. വീണ്ടും എൻ്റെ കാര്യങ്ങൾ നോക്കാനും കുട്ടിക്ക് ഫീഡ് ചെയ്യാനും ഫുഡ് കൊടുക്കാനും വീട്ടിലത്തെ ഫുഡ് വെക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ എഗെയിൻ നോക്കാൻ തുടങ്ങി. വീണ്ടും ഒരു 1 to 2 months 3 months കഴിയുമ്പോൾ വീണ്ടും എനിക്ക് അതേപോലെ പെയിൻ വരാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് രണ്ടാമത് വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡുള്ള എൻ്റെ ബ്രസ്റ്റിലേക്കാണ് എനിക്ക് പെയിൻ വന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് മാസ്റ്റൈറ്റിസ് അതേ സംഭവമാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ആ ഒരു ചെറിയൊരു കലിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് പമ്പ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കും, കുട്ടിക്ക് ഫീഡ് ചെയ്യാനൊക്കെ തുടങ്ങി. ആ സമയത്ത് എനിക്ക് കുറച്ച് വീണ്ടും പെയിൻഫുൾ ആയിരുന്നു, പക്ഷെ എനിക്കത് മാനേജ് ചെയ്യാനുള്ള ഐഡിയാസ് മനസ്സിലായതുകൊണ്ട് അത് അങ്ങനെ ഒരുപാട് കലിച്ച് പനിയൊന്നും എനിക്കൊരു 2-3 times എനിക്ക് തോന്നുന്നു മാറി എൻ്റെ ബ്രസ്റ്റിൽ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും അറിയില്ല. അത് മേ ബി വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, ഇൻഫെക്ഷൻസ് എന്തെങ്കിലാണോ, അതോ പാലിങ്ങനെ തന്നെ ഒറ്റയ്ക്ക് ഇതായിട്ട് നിൽക്കണത് കൊണ്ടാണോ, ചിലപ്പോൾ അങ്ങനെ ആവാം. പക്ഷെ അത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് എങ്ങനെ പാലിങ്ങനെ കല്ലിച്ച് പനി വരുന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. അതേപോലെ റിലേറ്റീവ്സ് അറിയാവുന്ന അപ്പുറത്ത് വീട്ടുകാരൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിങ്ങൾക്ക് മാറുന്നില്ല എന്ന് കണ്ടാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക, ഗൈനക്കിനെ കാണിച്ച് മെഡിസിൻ വാങ്ങിക്കാൻ, അതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പുറത്തേക്ക് സക്ക് ചെയ്തെടുക്കുക. ഈ സാധനം എന്തായാലും നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ. മിക്കവാറും ചിലവർക്കൊക്കെ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് പാലുണ്ടാകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുട്ടി കുടിച്ചില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ കുട്ടി കുടിക്കാതെ ഉറങ്ങി പോവുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോഴൊക്കെ ചിലപ്പോൾ കല്ലിപ്പ് അങ്ങനെ ഉണ്ടാവും. കല്ലിപ്പൊന്നും അല്ല കേട്ടോ, ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്, പനിയും ഇതൊക്കെ ആയിട്ട്. അല്ല നിങ്ങളത് ഇഗ്നോർ ചെയ്തിട്ട് അത് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അത് തേക്ക് ഇത് തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നാൽ പിന്നീട് അത് ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു വഴിയില്ല. അത് പുറത്തേക്ക് എടുത്താലേ നമുക്ക് ഈ പെയിന് മാറുള്ളൂ. അവർ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കും. കട്ട് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ തൈരായിട്ട് വരില്ലേ, ഉറഞ്ഞിട്ട് പാല് തൈരായിട്ട് കട്ടയായിട്ട് വരില്ല, അതുപോലെ കട്ട് ചെയ്ത് വിട്ടാൽ ഈ ഭാഗത്ത് കട്ടിട്ട് അമർത്തുമ്പോൾ തൈര് പോലെ പുറത്തേക്ക് വരിക ചെയ്യുക. ഭയങ്കരമായിട്ട് ബ്ലഡും ചലവും എന്തൊക്കെയോ കൂടെ പുറത്തേക്ക് വരും. ആ അവസ്ഥ വേണ്ടാന്നുള്ളവർ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യണ പോലെ തോന്നുന്നു വെച്ചാൽ മുൻകരുതലാണെന്നൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രിക്കോഷൻസ് ആണ്. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയൊരു അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം അത്രയും അനുഭവിച്ചതും എനിക്ക് ബ്ലഡൊക്കെ വന്നതും അങ്ങനെയൊക്കെ. നമ്മളെ ബ്രസ്റ്റ് പമ്പ് വാങ്ങുക, അത് സക്ക് ചെയ്ത് എടുക്കുക, അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻസ് കൊടുക്കണം. അങ്ങനെ
ഭയങ്കര എമോഷണലായില്ല ഞാൻ. അതിനുശേഷം പിന്നെ ഞാൻ ഫീഡിങ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. 1 year ആയി. പിന്നെ ഒരു 1.5 year വരെ ഞാൻ ഫുൾ ടൈം എപ്പോഴൊക്കെ ചോദിക്കണോ അപ്പോഴൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി എന്ന് പറയുന്നത് എനിക്ക് തിരിച്ചാലോചിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയാലും ഭയങ്കര ട്രാജഡി നിറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായപ്പോൾ, അതായത് ഞാൻ 2 years ആയപ്പോഴും സ്റ്റോപ്പ് ചെയ്തത്. ആ 2 yearsന് കുറച്ച് മാസങ്ങൾ മുന്നേ തൊട്ട് എനിക്ക് വേറെ കുറേ പ്രശ്നം ഉണ്ടായി. അത് ആ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. അയ്യോ, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അതെന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുക. എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഷെയർ ചെയ്യുക. കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പിംഗ് ഇടയിൽ എടുത്തതാട്ടോ. അത് വേറെ ഒരു സിറ്റുവേഷനോട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി എനിക്ക്. അത് ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അത് ഓരോരുത്തരുടെയും ബ്രസ്റ്റ് ഫീഡിങ് ജേർണി, സ്റ്റാർട്ട് ചെയ്ത ജേർണി എന്നത് നിർത്താനുള്ള ജേർണിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കേൾക്കുന്ന നിങ്ങളിപ്പോൾ ഒരു അമ്മയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ 1 or 2 ബേബീസ് ഉണ്ട്, ആ ഒരു ജേർണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ മറക്കാതെ ഷെയർ ചെയ്യണേ. കാരണം ഓരോരുത്തരുടെയും ജേർണി വേറെയാണ്. അപ്പോൾ എൻ്റെ ജേർണി പോലെ ആവില്ല എൻ്റെ അമ്മയുടെ ജേർണി, എൻ്റെ വേറൊരു സിസ്റ്ററിൻ്റെ ജേർണി, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ജേർണി എല്ലാം ഡിഫറെൻ്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, പാലില്ലാത്തതിൻ്റെ പ്രശ്നം, ചില ആൾക്കാർക്ക് പാല് കൂടിപ്പോയതിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ജേർണി മാത്രമാണ്. 2 year ജനിച്ചിട്ടുള്ള ഒരു 2 വർഷം ഉണ്ടായ ഒരു ജേർണിയാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എമോഷൻസ്, ഹാപ്പിനെസ് ഉള്ള മൊമെൻറ്റ്സ് ഉണ്ട്. ഞാൻ സങ്കടം മാത്രമാണെന്ന് വിചാരിക്കേണ്ട, കാരണം ഞാൻ അത്ര അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ ഷെയർ ചെയ്തത്. അതുപോലെ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, നല്ല ഫീൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് എൻ്റേത്. ആൻഡ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു ജേർണി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് എൻ്റേത്. നിങ്ങളുടെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ പോയി, ആൻഡ് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്തത്, എന്ത് തേച്ചിട്ടാണ്, അല്ല എന്ത് പറഞ്ഞിട്ടാണ്, കമൻറ്റ് ചെയ്യുക കേട്ടോ. താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക. അപ്പോഴാണ് എനിക്ക് ഓക്കെ ഇന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ആൻഡ് ഇതേപോലുള്ള കുറേ ചിറ്റ് ചാറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഞാൻ ഇനി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ പറയാം, സംസാരിക്കാൻ. കമൻറ്റ്സ് ചെയ്യൂ. എനിക്ക് എൻ്റെ കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ എനിക്ക് ഒന്നും കൂടെ ഹാപ്പിനെസ് ആവുക. ഓക്കെ, ആൾക്കാർ നമ്മൾ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ വ്യൂസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്കൊരു തോന്നലേ വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾസോ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, താഴെ ഇങ്ങനെ അമർത്തിയാൽ മതി, അതിൽ കാണും. അതിൽ ആ ഒരു ലിങ്ക് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണിയാണ്. ഓക്കെ, ബൈ.